ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഒന്നിൻ്റെ കൂട്ടുകാർക്ക് ഒരു വെറൈറ്റി ആയിട്ടൊരു മീൻ വാങ്ങിച്ചാൽ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മീൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ മീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാണ്ടില്ലേ, മീനിൻ്റെ കളറിൽ പുറത്തേക്ക് ഒരു പച്ച കളർ പുള്ളിയായിട്ടുണ്ട്. മെയിനായിട്ട് നോക്കാൻ തന്നെ കണ്ണ് തന്നെ കേട്ടോ. കണ്ണ് കണ്ടില്ലേ, രണ്ട് സൈഡിലുള്ള ആ സൈഡ് ഒരു കണ്ണ്, ഈ സൈഡ് ഒരു കണ്ണിരിക്കും. പക്ഷേ ഈ മീനിന് രണ്ട് കണ്ണ് ഒരേ ഭാഗമാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഒരേ ഭാഗമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ സൈഡ് കണ്ണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ. അപ്പോൾ ഈ മീൻ വാങ്ങിയപ്പോഴത്തേക്ക് അവരോട് ചോദിച്ചപ്പോൾ എൻ്റെ പേര് മണുങ്ക് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മണുങ്ക് മീൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ മണുങ്ക് മീൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. മീൻ ഒരു വഴുവഴുപ്പുള്ള മീനാണ് കേട്ടോ, കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. ഭയങ്കര ഇതല്ല, എന്നാലും കുറച്ച് ഒരു വഴുവഴുപ്പ് ആണ്. നമുക്ക് കയ്യിൽ നിന്ന് ചിറകി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മീനിൻ്റെ തൊലിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിയൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡ് ഇളക്കി നോക്കിയിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് നല്ല ഈസി ആയിട്ട് ഒന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ എൻ്റെ തൊലി ഇളക്കി എടുക്കാനായിട്ട്. പക്ഷേ ആ സൈഡ് മാറിപ്പോയി. ഈ സൈഡ് ഇളക്കിയപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. മീൻ ഇത് തൊലി കട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. പക്ഷേ എൻ്റെ തലയുടെ ഭാഗത്തുള്ള തൊലി ഇളക്കാനായിട്ട് ഭയങ്കര കുറച്ച് ഇതുണ്ടായിരുന്നു. പാടല്ല, കുറച്ച് അത് ഇളകി വരുന്നില്ല കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തുള്ള തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ തൊലിക്ക് ഇങ്ങനെ ഇളകി നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് തൊലിയൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുള്ള് കട്ട് ചെയ്ത് ചിറക് കട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടെ കട്ട് ചെയ്ത് എടുക്കണമെന്ന് തോന്നുന്നു. അപ്പം അത് കട്ട് ചെയ്തിട്ട് എടുത്തപ്പോഴത്തേക്ക് കണ്ടില്ലേ, നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. എൻ്റെ തൊലിയുടെ കളർ ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അതിൻ്റെ ചെള്ളുണ്ടോ കേട്ടോ ഈ മീനിന് ചെള്ള്. അപ്പോൾ നമ്മളിങ്ങനെ തൊലി ഇളക്കി ഇങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചെള്ളൊക്കെ വന്നിട്ട് ഇങ്ങനെ താനെ അതിങ്ങനെ ഇളകി വരുന്നുണ്ട്. തൊലി ഇങ്ങനെ വലിച്ചിളക്കുന്ന സമയത്ത് ചെള്ളും കൂടെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ചെള്ള ഇളക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത സൈഡ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത സൈഡ് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡ് രണ്ട് കളറാണ് കേട്ടോ മീൻ കാണാനായിട്ട്. മൊത്തത്തിൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇരിക്കുന്നത് മീൻ കാണാനൊക്കെ ആയിട്ട്. നമുക്ക് അതിൻ്റെ കുടലും ചികളയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ചികളയിലല്ലേ, പുകത്തും കുടലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എടുത്ത് മാറ്റി അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചികളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചികളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കൊക്ക് വന്നിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് കഴിക്കാനായിട്ട്. ഇതുപോലെ മിക്കവാറും ദിവസം ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇതാ കൊക്കൊക്കെ മീൻ ഇവിടുന്ന് സമയമാകുമ്പം വരും. നമുക്കിത് മീനൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വലിയ മീനാണ് കേട്ടോ. നമുക്ക് 4 മീൻ 175 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് തന്നെ കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. വലിയ മീൻ തന്നെയാണ്. കണ്ടില്ലേ, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഒരു വഴുവഴുപ്പ് കാരണം പെട്ടെന്ന് കയ്യിൽ നിൽക്കുന്നില്ല, ചിറകി പോകുന്നുണ്ട്. നമ്മുടെ മീനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ആ സമയത്ത് അതിൻ്റെ തലയിലുള്ള ഭാഗത്തുള്ള ഇളക്കി നോക്കണം കേട്ടോ. തലയിലുള്ള ഭാഗത്തിൽ ഇളക്കി നോക്കിയപ്പം കുറച്ചൊക്കെ ഇളകി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി എന്നാലും എല്ലാ മീനും ക്ലീൻ ചെയ്തപ്പം തലയുടെ ഭാഗത്ത് മാത്രമേ ശരിയായില്ലല്ലോ. എന്നിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക്